രാവിലെ ഓഫീസിൽ പോകാനായി ഒരുങ്ങുമ്പോഴായിരുന്നു മല്ലികയുടെ ഫോൺ വന്നത്. എന്താ നീ രാവിലെ വിളിച്ചത്? ഒരു വിവരം അറിഞ്ഞത് പറയാനാണ് മിഥുലേ. നിന്റെ എക്സ് ഭർത്താവിൻ്റെ വിവാഹമാണിന്ന്. അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. അത് വിട്ടേര്, ഞാൻ ഓഫീസിൽ പോകട്ടെ. അവൾ ഓഫീസിൽ ചെന്നെങ്കിലും മൊത്തത്തിൽ ഒന്നിനും ഒരു താല്പര്യം തോന്നിയില്ല. ഹാഫ് ഡേ അവധി വാങ്ങി ഹോസ്റ്റലിലേക്ക് തിരികെ പോന്നു. വേഷം മാറി കിടന്നു. ഉറങ്ങാൻ ശ്രമിച്ചു, കഴിയുന്നില്ല. ഓർമ്മകൾ വരിഞ്ഞു മുറുക്കി ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയി. എത്ര ആർഭാടത്തോടെയായിരുന്നു തൻ്റെ വിവാഹം നടന്നത്. സുന്ദരനും ഉയർന്ന ഉദ്യോഗ പദവിയിലിരിക്കുന്ന വരനെ കിട്ടിയതിൽ പലർക്കും അസൂയ തോന്നിയിരുന്നു. 2 വർഷം താൻ അനുഭവിച്ചത് ആർക്കും മനസ്സിലാകില്ല. അയാൾക്ക് സ്ത്രീ ഒരു ഭോഗവസ്തു മാത്രമായിരുന്നു. തനിക്കൊരു മനസ്സുണ്ട്, കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ഹൃദയമുണ്ട്. അതൊന്നും അയാൾക്കറിയണ്ട. ആർത്തവ ദിനങ്ങളിൽ പോലും ഒരൊഴിവ് തൻ്റെ ശരീരത്തിന് നൽകിയിട്ടില്ല. എൻ്റേത് എന്ന ഭാവത്തിൽ അടിച്ചമർത്തി വികാരമടക്കുന്ന അയാളെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യാഭർത്തൃ ബന്ധം എന്നാൽ വെച്ചു വിളമ്പാനും രാത്രിയിൽ ആസക്തി തീർക്കാനുമുള്ളതായിരുന്നു. ഇതാണ് അയാളുടെ കാഴ്ചപ്പാട്. ഈ ബന്ധം വേർപെടുത്താൻ തീരുമാനിക്കുമ്പോൾ എല്ലാവരും തന്നെയാണ് കുറ്റപ്പെടുത്തിയത്. അവൾക്ക് സർക്കാർ ജോലിയുള്ളതിൻ്റെ അഹങ്കാരമാണ് എന്ന്. തൻ്റെ അമ്മ മാത്രം കുറ്റപ്പെടുത്തിയില്ല, കൂടെ നിന്നു. എൻ്റെ അമ്മയ്ക്ക് എന്നെ അറിയുന്ന പോലെ മറ്റാർക്കറിയാനാണ്? ഇന്നയാൾ മറ്റൊരു വിവാഹം കഴിച്ചു പോലും. പ്രതീക്ഷയോടെ പൊതുജീവിതത്തിൽ കാലുകുത്തുന്ന അവളുടെ മനസ്സ് ചീട്ടുകൊട്ടാരം പോലെ തകരും. അങ്ങനെ ഓരോന്നോർത്ത് ഉറങ്ങിപ്പോയി. വൈകിട്ട് റൂംമേറ്റ് വന്ന് വിളിച്ചുണർത്തി. അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ തന്നെ ശരത്തിൻ്റെ ചോദ്യം, സുഖമില്ലേ? ഇന്നലെ ഹാഫ് ഡേ ലീവ് വാങ്ങി പോയതല്ലേ? ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. ഒഴിഞ്ഞു കിടക്കുന്ന അരുണിൻ്റെ കസേരയിലേക്ക് താൻ നോക്കുന്നത് കണ്ട് ശരത്ത് പറഞ്ഞു, രാവിലെ ഞാൻ അരുണിനെ കൂട്ടാൻ ചെന്നപ്പോൾ മോൾക്ക് നല്ല പനി, നിർത്താതെ കരയുന്നു. അവൻ്റെ അമ്മയെക്കൊണ്ട് മാത്രം പറ്റില്ല, അതുകൊണ്ട് അവധിയെടുത്തു. ശരത്തിനോടൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥ തനിക്കില്ലായിരുന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ കുഞ്ഞുമോളെ ഒന്ന് പോയി കാണാമെന്ന് വെച്ചു. അരുൺ അധികമായില്ല സ്ഥലമാറ്റം കിട്ടി വന്നിട്ട്. 4 വർഷത്തെ ആയുസ് മാത്രമുള്ള ദാമ്പത്യം. 2 വയസ്സുള്ള മകളെ അരുണിനെ ഏൽപ്പിച്ച് ലക്ഷ്മി പോയി. അവരുടെ സ്നേഹം കണ്ട് അസൂയ തോന്നിയ ദൈവം ന്യൂമോണിയയുടെ രൂപത്തിൽ ലക്ഷ്മിയെ അടർത്തി മാറ്റി. അരുണിന് അമ്മ മാത്രം. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് ആ അമ്മ തളർന്നു. ലക്ഷ്മിയുടെ സ്ഥാനത്ത് വേറെ ഒരാൾ അരുണിന് ചിന്തിക്കാൻ കഴിയില്ല. താനും അരുണും ഒറ്റപ്പെട്ടവർ ആയതുകൊണ്ടാകും എല്ലാം തുറന്നു പറയും. തൻ്റെ ജീവിതത്തിലെ ദുരനുഭവം അരുണിനോളം മറ്റാർക്കും അറിയില്ല. സഹപ്രവർത്തകർ തങ്ങളെ ചുറ്റിപ്പറ്റി കഥകൾ മെനയുന്നു. അത് ശ്രദ്ധിക്കാറേയില്ല. അത് അവരുടെ ജോലി. ഓട്ടോ അരുണിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. ഗേറ്റ് കടന്ന് അകത്ത് ചെല്ലുമ്പോഴേ കേൾക്കാം കുഞ്ഞുമോളുടെ നിർത്താതെയുള്ള കരച്ചിൽ. ബെല്ലടിച്ചപ്പോൾ അമ്മ വന്ന് കതക് തുറന്നു. എൻ്റെ മോളെ, രാവിലെ തുടങ്ങിയതാണ്. ഡോക്ടർ കുഴപ്പമില്ല, വെറും പനിയെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കരച്ചിൽ കേട്ട് എത്ര സഹിക്കും? അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. എൻ്റെ ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ. അമ്മ നിർത്തി. പിന്നെ ആ കണ്ണുകൾ തുടച്ചു. താൻ അകത്തെ മുറിയിൽ ചെന്ന് അരുണിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. പാവം കരഞ്ഞു കരഞ്ഞ് തളർന്നു. തോളിൽ കിടത്തി പതുക്കെ താരാട്ടുപാടി. അരുൺ മിഥുലയെ നോക്കിയിരുന്നു. നന്നായി പാടുന്നു, മനസ്സിൽ പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം കുഞ്ഞുറങ്ങി കിടത്തി മാറുമ്പോൾ അരുൺ ചോദിച്ചു, നമ്മൾ തുല്യ ദുഃഖിതർ. എൻ്റെ കുഞ്ഞുമോൾക്ക് അമ്മയാകാമോ? എനിക്കൊരു തുണയും? പെട്ടെന്നുള്ള ചോദ്യം കേട്ട് നാണത്താൽ തനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മുറിവിട്ട് പുറത്തിറങ്ങുമ്പോൾ നിറഞ്ഞ ചിരിയോടെ ചായക്കപ്പുമായി അമ്മ. ഇപ്പോൾ പൊക്കോളൂ, വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് ഞാനിങ്ങ് കൊണ്ടുവരും മോളെ. മിഥുലയ്ക്ക് അപ്പോൾ 17കാരിയുടെ നാണം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.